മഴവില്ലഴകിലെ തൂതപ്പൂരത്തിന് ഇനി ഒരു നാൾ കൂടിയാണ് ബാക്കിയുള്ളത്. എൻ്റെ കൂടെ സെൻട്രൽ കമ്മിറ്റിയിലെ പൂരാഘോഷ കമ്മിറ്റിയുടെ എല്ലാവരും നമുക്കൊപ്പം ഉണ്ട്. നമുക്കറിയാം ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്നാണ് തൂതപ്പൂരം എന്ന് പറയുന്നത്. വള്ളുവനാട്ടിലെ ഏറ്റവും ചരിത്രപ്രസിദ്ധമായ വർണ്ണാഭമായ അഴകുള്ളൊരു പൂരമാണ്. എന്താണ് തൂതപ്പൂരത്തിൻ്റെ ഒരുക്കങ്ങൾ? കാരണം നാളെ കാളവേല, മറ്റന്നാൾ പൂരം, എത്രത്തോളമായ ഒരുക്കങ്ങൾ? തൂതപ്പൂരത്തിൻ്റെ ഒരുക്കങ്ങൾ എല്ലാം തന്നെ അവസാനഘട്ട മിനുക്കുപണികളിലാണ്. ഇണക്കാളക്കൊലങ്ങൾ ഓരോ ദേശത്തും എത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളെ എഴുന്നള്ളിക്കാനുള്ള ഇണക്കാളുകൾ എല്ലാ ദേശങ്ങളിലും എത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്ഷേത്രത്തിലാണെന്ന് വെച്ചാലോ ഞങ്ങൾ എല്ലാവിധ സംവിധാനങ്ങളും കാലാവസ്ഥ കൂടി അനുകൂലമാവുക എന്നുള്ളത് മാത്രമാണ് വേണ്ടത്. കാളവേലയ്ക്കുള്ള എല്ലാ തയ്യാറെടുപ്പുമായി പൂരാഘോഷത്തിൻ്റെ സമയപ്രദർശനം ബി വിഭാഗത്തിൻ്റെ ഇപ്പോൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അത് എല്ലാവിധ ഒരുക്കങ്ങളും ഇവിടെ തയ്യാറായിട്ടുണ്ട്. നാളെ രാവിലെ 7 വിഭാഗത്തിനുണ്ട്. അങ്ങനെ തന്നെ ദേശങ്ങളിലെല്ലാം തന്നെ 28 പൂരം പോരുന്ന പ്രദേശങ്ങളായാലും 47 കാളകൾ പോരുന്ന പ്രദേശങ്ങളായാലും ഇവരൊക്കെ തന്നെ ഉത്സവ ലഹരിയാണ്. അതിനപ്പുറം ഈ ദേശത്തും തട്ടകത്തുള്ള മുഴുവൻ പുറത്തുപോയ ആളുകളും വീട്ടിലേക്കും അമ്പലത്തിലേക്കും എത്തിക്കൊണ്ടിരിക്കുക. ഇന്നൊക്കെ രാവിലെയൊക്കെ അഭൂതമായ തിരക്കാണ് അമ്പലത്തിൽ. ഈ കഴിഞ്ഞ 4 ദിവസം അവധി ദിവസം കൂടി ആയതുകൊണ്ട് ഈ നാട്ടിൽ നിന്ന് പുറത്തു പോയുള്ള എല്ലാ ആളുകളും തട്ടകത്തെത്തുക, ഉത്സവത്തിൽ പങ്കെടുക്കുക എന്നുള്ള ആവേശത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. 2 ദിവസമായിട്ട് മഴയാണ് ഞങ്ങളെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഇനി മഴ ഇല്ലെങ്കിൽ ബാക്കിയെല്ലാ തയ്യാറെടുപ്പും ആയിട്ടുണ്ട്. പൂരം ഇത്തവണ ഒരു വെല്ലുവിളിയാവും. കാരണം അത്രയധികം ജനങ്ങൾ വരുമെന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത്. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാണ്. വളരെ നന്നായിട്ട് പോലീസും മുനിസിപ്പാലിറ്റിയും പെരിന്തൽമണ്ണ പോലീസും എല്ലാവരും ചേർന്ന് കൊണ്ട് നല്ലൊരു കൂട്ടായ്മയോടുകൂടി കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇനി നാളത്തെ ദിവസം കാളവേല, അത് കഴിഞ്ഞ് പൂരം, അങ്ങനെ 48 ജോഡി കാളകളാണ് നാളെ വരുന്നത്. ഒരേ സമയം 2 സ്ഥലങ്ങളിലാണ് പൂരവും കാളവേലയും നടക്കുന്നത്. ഒന്ന് മുളയങ്കാവും, ഒന്ന് തൂതയും. അപ്പോൾ അത് കാരണം ഈ കാളവേല മുളയങ്കാവ് കൊണ്ടുപോയെങ്കിലും പൂരം നമ്മളിങ്ങ് എടുക്കും, അങ്ങനല്ലേ? ഇവിടെ ഇപ്പോൾ നിലവിൽ എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുന്ന സെറ്റുകളൊക്കെ തന്നെ ഇവിടെ വരുന്നുണ്ട്. ഏറ്റവും എന്താണ് മുളയങ്കാവും ഉണ്ടായിട്ടും അത്രയധികം സെറ്റുണ്ട് ഇപ്പോൾ, പഴയമാരല്ല. ഇപ്പോൾ ഇവിടെ ഏറ്റവും ഉള്ള കതിരവൻ മുതൽക്കുള്ള മുന്തിയ സെറ്റുകൾ മുഴുവൻ തൂതൽ എഴുന്നള്ളിക്കുന്നുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഒരു സെറ്റും മോശമല്ലാത്ത എല്ലാ സെറ്റും നല്ല നിലവാരമുള്ള സെറ്റുകളാണ് ഇപ്പോൾ എഴുന്നള്ളിക്കുന്നത്. ഏറ്റവും നല്ല രീതിയിൽ കമനീയമായി ലൈറ്റ് സംവിധാനങ്ങളോട് കൂടിയ ആളുകളാണ് തൂതൽ എഴുന്നള്ളിക്കുന്നത്. അതുകൊണ്ട് കാളയിലേക്ക് ഒരു പകിട്ടും കുറയില്ല. കാള മാത്രമാണ് അവിടെ ഉള്ളത്. ഇവിടെ മികവുറ്റ പഞ്ചവാദ്യം ചോറ്റാരിക്കര വിജയൻ മാരാരും അതുപോലെ തന്നെ നമ്മളെ ചെർപ്പശ്ശേരി കൃഷ്ണവാര്യരും കൂടി നയിക്കുന്ന വലിയ സെറ്റ് പഞ്ചവാദ്യമാണ് നമ്മളെ പഞ്ചവാദ്യം നയിക്കുന്നത്. അപ്പോൾ എല്ലാ നിലയ്ക്കും കാളുകൾ മാത്രമല്ല, അതിനോടൊപ്പം എല്ലാ വാദ്യങ്ങളും DJ മുതൽക്ക് എല്ലാ സെറ്റിനും പ്രത്യേക വാദ്യങ്ങളുണ്ട്. പ്രാദേശിക കമ്മിറ്റിയുടെ നല്ല തയ്യാറെടുപ്പ്. ദേവസ്വം മറ്റുള്ള ഒരമ്പലത്തിലും ഇത്ര പ്രധാനപ്പെട്ട വാദ്യങ്ങളൊന്നും കാളവേലയ്ക്ക് ഒരുക്കാറില്ല. ഇവിടെ എല്ലാം ഒരമ്പലത്തിലും കാളവേലയ്ക്ക് അമ്പലത്തിൽ കമ്മിറ്റിയിൽ വാദ്യം ഒരുക്കാറില്ല. ഇവിടെ അല്ല, മികവുറ്റ പഞ്ചവാദ്യം, കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാ കലാകാരന്മാരും നടക്കുന്ന പഞ്ചവാദ്യം, അത് കഴിഞ്ഞ് മേളം, അത് ചിട്ടപ്പെട്ട രീതിയിൽ തന്നെ ഒരുക്കിയുള്ളത്. അല്ലാതെ ഒരു പിശുക്കും അതിന് കാണിച്ചില്ല. എല്ലാ രീതിയിലും നല്ല നിലയ്ക്ക് തന്നെ നടത്തിയില്ല. തൂതപ്പൂരത്തിന് ഒരു പിശുക്കും കാണിക്കാറില്ല. അത് എന്ത് കാര്യത്തിലാണെങ്കിലും, ആനകളുടെ കാര്യത്തിലാണെങ്കിലും പൈസയുടെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെ അല്ലേ? തീർച്ചയായിട്ടും. പൂരം കഴിഞ്ഞ കൊടിയേറിയ ദിവസം മുതൽ വളരെ വലിയ ജനപങ്കാളിത്തത്തോടു കൂടി എല്ലാ ദിവസവും പലവിധ കലാപരിപാടികളൊക്കെ ആയിട്ട് കഴിഞ്ഞ ഒരു 15-ാം തീയതി വിഷു ദിവസം മുതൽ വളരെ വലിയ പങ്കാളിത്തത്തോടു കൂടിയിട്ട് ശരിക്കും ഒരു 4 പൂരത്തിന് വരുന്ന ജനം ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഇവിടെ പരിപാടികളുടെ ഭാഗമായിട്ട് തന്നെ എത്തിക്കഴിഞ്ഞു. ഇനി നാളെയും മറ്റന്നാളും കാളവേല പൂരം ദിവസങ്ങളിലായിട്ട് ഈ തട്ടകം മാത്രമല്ല, ഈ തട്ടകത്തെ സ്നേഹിക്കുന്ന, തട്ടകത്തിൽ നിന്ന് തട്ടയിലേക്ക് വന്നവരും പോയവരുമായിട്ടുള്ള ആളുകൾ മുഴുവൻ എല്ലാവരും പങ്കെടുക്കുന്ന വളരെ വലിയ ആഘോഷമായിട്ട് നാളെയും മറ്റന്നാളും, അതുപോലെ തന്നെ അതിൻ്റെ പിറ്റേ ദിവസം, അതായത് പൂരത്തിൻ്റെ പിറ്റേ ദിവസം വളരെ പ്രസിദ്ധമാണ് തൂതയെ സംബന്ധിച്ച്. പൂരം കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം, പൂരത്തിൻ്റെ പിറ്റേ ദിവസമുള്ള ആറാട്ട് ദിവസം കൂടി വളരെ പ്രസിദ്ധമാണ്. അന്നൊക്കെ 10,000-കണക്കിന് ആളുകളാണ് അന്നത്തെ ദിവസം കൂടി ഇവിടെ പങ്കെടുക്കുക. വളരെ കാലാവസ്ഥ മാത്രമാണ് ഇനി അനുകൂലമാവണമെന്ന് അമ്മയോട് പ്രാർത്ഥിക്കുന്നത്. നല്ല കാലാവസ്ഥയും കൂടി അനുകൂലമായി കഴിഞ്ഞാൽ ഏറെ എന്നെന്നും ഓർമ്മിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വലിയ പൂരാഘോഷം തന്നെ ആയി മാറും ഇപ്രാവശ്യം എന്ന് പ്രതീക്ഷിക്കും. ഒരു കാര്യം കൂടി ചോദിച്ച് അവസാനിപ്പിക്കാം. ഈ പൂരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് സാധനമാണ് നാഗത്ര മേളം. ആ നാഗത്ര മേളത്തിന് പെരുവനും കുട്ടന്മാരും 75ഓളം വാദ്യ കലാകാരും എത്തുമ്പോൾ ഇവിടുത്തെ ആ ഒരു വൈബ് സത്യത്തിൽ ഇപ്പം ആ ദിവസത്തേക്ക് നമ്മളൊന്ന് പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടാവും.
75 150 പരം വാദ്യകലാകാരന്മാരാണ് തൂതപൂരത്തിന് നാഗത്തറ മേളത്തിൽ പങ്കെടുക്കുന്നത്. അതിൽ ഈ വർഷത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ പരിമിതപ്പെട്ട ആളുകളെയാണ് ക്ഷേത്രം കമ്മിറ്റി ഏൽപ്പിക്കാറ്. കുറച്ച് ആളുകളെ ഏൽപ്പിച്ച് ബാക്കിയൊക്കെ പ്രാദേശിക കമ്മിറ്റികൾ എന്നുള്ളതാണ്. അപ്പോൾ എന്താ വെച്ചാൽ മുൻനിരയിൽ നിൽക്കാൻ നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു 5 പൂരൊക്കെ മേളം പ്രമാണിക്കാൻ പറ്റുന്ന ആളുകൾ മുൻനിരയിൽ ഉണ്ടാവും. പക്ഷേ പുറകിലേക്ക് നോക്കുമ്പോൾ ചിലപ്പോൾ എണ്ണക്കുറവ് ചില സമയങ്ങളിൽ ഞങ്ങൾക്ക് സംഭവിക്കാറുണ്ട്. പക്ഷേ ഈ വർഷം ഞങ്ങൾ അത് മാറ്റും എന്നുള്ളൊരു ഉദ്ദേശത്തോടെ ഏകദേശം 50-നടുത്ത ആളുകളെ ക്ഷേത്ര കമ്മിറ്റി തന്നെ പ്രഗത്ഭരായ ആളുകളെ ഏൽപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും 150-ൽ പുറത്ത് നിൽക്കുന്ന ആളുകൾ ഈ വർഷം നാഗത്തറ മേളത്തിൽ പങ്കെടുക്കുന്നുള്ളതാണ്. ഇനി തൂതയിലെ നാഗത്തറ മേളത്തിൻ്റെ ഒരു പ്രത്യേകത, ഇന്ന് തൃശ്ശൂര് നമുക്കറിയാപ്പോൾ എല്ലാവരും മേളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എലഞ്ഞിത്തറ മേളമായിട്ടാണ് കമ്പയർ ചെയ്യുക. ചിലപ്പോൾ നമുക്ക് അഹങ്കാരം കൊണ്ട് പറയല്ല, എന്നാൽ പോലും എലഞ്ഞിത്തറ മേളത്തോട് കമ്പയർ ചെയ്യാവുന്ന, അതിലപ്പുറത്തേക്ക് ഞങ്ങൾ പറയുന്നില്ല, അതിൽ കൂടുതൽ പ്രഗത്ഭർ അണിനിരക്കുന്ന ഒരു മേളം. ഇന്നിപ്പോൾ പല വാദ്യ കലാകാരന്മാരും തൂതയിലെ ഭഗവതിയുടെ മുമ്പിൽ എനിക്ക് ഒരു വർഷമെങ്കിലും കൊട്ടണമെന്ന് ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് തൂതപൂരത്തിന്റെ മേളം മാറി എന്നുള്ളതാണ്. അതിന് ഞങ്ങൾ പെരുവനം കുട്ടന്മാരോട് കടപ്പെട്ടിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ഒരു സപ്പോർട്ട് അതിൽ വലുതാണ്. കാരണം ഞങ്ങൾ ഈ പല ഭാഗത്തുനിന്ന് വരുന്ന ആളുകളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു മേളം സംഘടിപ്പിക്കാൻ അദ്ദേഹം ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു. അതിനും വലിയൊരു കാര്യമായിട്ട് പറയാനുള്ളത്, മേളത്തിൽ പെരുവനം കുട്ടന്മാരുണ്ട്. പിന്നെ വരുന്നത് തിരുവമ്പാടിയുടെ, കഴിഞ്ഞ വർഷം വരെ തിരുവമ്പാടിക്ക് മേളപ്രമാണിയായിരുന്ന ചേരാനെല്ലൂർ ശങ്കരൻകുട്ടിമാരാണ് ഈ വർഷം തൂതപൂരത്തിന് കുട്ടേണ്ട് വലത് നിൽക്കുന്നത്. പിന്നെ നമ്മുടെ വള്ളുവനാടിലെ ഏറ്റവും പ്രസിദ്ധനായ പനമണ്ണ ശശി, ചൊവ്വല്ലൂർ നായർ മോഹനൻ, അതുപോലെ തന്നെ ചൊവ്വല്ലൂർ വാരൻ മോഹനൻ, സുനിൽ, പിന്നെ നമുക്കറിയാം ഇപ്പോൾ പരിയാനപ്പറ്റയൊക്കെ മേളമൊക്കെ ഭയങ്കര വൈറൽ മേളങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അതിൻ്റെ മേളപ്രമാണിയായിട്ട് കല്ലൂർ ഉണ്ണിഷ്ടം പോലെ, ചെറുപ്പളശ്ശേരിയുടെ അഭിമാനമായ ചെറുപ്പളശ്ശേരി രാജേഷ്, കല്ലൂർ ജയൻ, കല്ലൂർ ഉണ്ണിഷ്ടം പോലെ പോലുള്ള ആളുകൾ, കല്ലൂർ ജയൻ, അതേപോലെ തന്നെ നമ്മുടെ ചെറുപ്പളശ്ശേരി ജയവിജയന്മാരെ പോലുള്ള ആളുകൾ പങ്കെടുക്കുന്നു. അതിലൊക്കെ വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴലിലേക്കാണ്. ഈ വർഷം കുഴലിൽ ശരിക്കും ഒരു ത്രയങ്ങളാണ് കുഴലിൽ സംഭവിക്കുന്നത്. കാരണം പാറേമക്കാവിൻ്റെ കുഴൽ പ്രമാണിയായിട്ടുള്ള വെളപ്പായ നന്ദേട്ടനാണ് കുഴലിലെ പ്രമാണി. അദ്ദേഹം നമ്മൾ പറയുന്ന എലഞ്ഞിത്തറ മേളത്തിലെ പ്രമാണിയാണ്. എന്നാൽ തിരുവമ്പാടിന്റെ മേളപ്രമാണിയായിട്ടുള്ള കൊമ്പത്താനിലേട്ടനും അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ട്. അതിനു പുറമെ നമ്മുടെ മട്ടന്നൂരിന്റെ കൂടെയൊക്കെ സ്ഥിര സാന്നിധ്യമായിട്ടുള്ള വള്ളുവനാടിന്റെ കുഴൽപ്രമാണി എന്ന് പറയുന്ന നമ്മുടെ പനമണ്ണ മനോഹരൻ തുടങ്ങി അങ്ങനെ വാദ്യ ലോകത്തെ പ്രഗത്ഭരണി നിരക്കുന്ന ഒരു നാഗത്തറ മേളാണ്. ഇന്ന് ആനയോടൊപ്പം തന്നെ മേളം കാണാനും വലിയൊരു ജനം കാത്തു നിൽക്കുന്നു. അതിന് LED വാള് പോലുള്ള സഹായങ്ങളോടെ ഇവിടെ പൂരം ലൈവായി നടക്കും. പുറമെ നിഖിലിനെ പോലുള്ള വൺ ന്യൂസിനെ പോലുള്ള ചാനലുകളുടെ പിന്തുണയുണ്ടെങ്കിൽ ഇവിടെ എത്താൻ പറ്റാത്തവർക്ക് കേരളം മൊത്തം നമ്മളത് കാണിക്കും, ലോകം മൊത്തം എത്തിക്കും. ഇവിടെ എത്താൻ പറ്റുന്ന ആളുകൾക്ക് മാക്സിമം സൗകര്യം ഒരുക്കി എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ കമ്മിറ്റി കാത്തിരിക്കുകയാണ്. എന്തായാലും നമ്മൾ പ്രാവശ്യം പൂരം തൂക്കും, ഉറപ്പാണ്. ഒരു കാര്യം ചോദിക്കട്ടെ, പൂരം നമ്മൾ തൂക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ഗജവീരന്മാർ അണിനിരക്കുന്ന പൂരാണ്. അതുമാത്രമല്ല, ഏപ്രിൽ 15 മുതൽ 2500ഓളം കലാകാരന്മാരുടെ പരിപാടിയാണ് ക്ഷേത്രത്തിൽ നടന്നത്. അതിൽ ഏറിയ പങ്കും സ്ത്രീകളും കുട്ടികളുമാണ്. അതുപോലെ പങ്കാളിത്തത്തിലും സ്ത്രീകളൊക്കെ രാത്രി 11 മണി വരെയൊക്കെ എല്ലാ കലാപരിപാടികളും കഴിഞ്ഞാണ് ഇവിടുന്ന് പോകുന്നത്. ഇവിടെ സ്ത്രീകൾക്ക് ഇരിക്കാനുള്ള സ്ത്രീ പവലിയൻ ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം നാളെ നിർവഹിക്കപ്പെടുന്നുണ്ട്. സുരക്ഷയുമായി ബന്ധപ്പെട്ട് പോലീസ്, നഗരസഭ എല്ലാവരുമായി ഗംഭീര ഒരുക്കങ്ങളാണ്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു ദൃശ്യചാരുത ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി നിങ്ങളെപ്പോലുള്ള ചാനലുകൾ തയ്യാറായിട്ടുണ്ട്. അത് വളരെ വലിയ കാര്യമാണ്. നിങ്ങളെപ്പോലുള്ള ആളുകളുടെ ഒരു ഇടപെടൽ കാരണം നമ്മളെ പൂരം വളരെ വൈഡായിട്ട് എത്തുന്നുണ്ട് ആളുകളിലേക്ക് എന്നുള്ളത് സന്തോഷമുള്ള കാര്യം. ജനസമുദ്രവും കാളവേല പൂരാഘോഷത്തിന്റെ ഭാഗമായി കമ്മിറ്റി എല്ലാ വിധ ഒരുക്കങ്ങളും ജനങ്ങൾക്ക് സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ വേറൊരു പരിപാടികൾ നടക്കുന്നുണ്ട്. ഈ 19-ാം തീയതി ദ്രവ്യകലശം നടക്കുന്നുണ്ട് പ്രശ്നപരിഹാരത്തിൻ്റെ ഭാഗമായിട്ട്. അതിന് എല്ലാ തട്ടത്തിലുള്ള എല്ലാ വിശ്വാസികളും ഇവിടെ പങ്കുചേരണം എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും കുറേ പേരുണ്ട്, നമ്മൾ എല്ലാവരിലേക്കും എത്താം. ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, നമ്മൾ തിടം പറ്റുന്ന ആന ഏതാണ്? പറന്നൂർ നന്ദൻ. പിന്നെന്താ, രാവിലെ പൊളിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു ഉത്സവ മാമാങ്കത്തിന്റെ കൂടെ നമ്മളും കൂടെ ചേരുകയാണ്. അതായത് ചൊവ്വാഴ്ച നമ്മൾ കൃത്യം 12-ാം തീയതി, മെയ് 12-ാം തീയതി ചൊവ്വാഴ്ച കൃത്യം 2 മണിക്ക് തത്സമയ സംപ്രേഷണം HD ദൃശ്യമികവിൽ 4K ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കാണാം. ഞങ്ങളൊരു പ്രത്യേകത ഉണ്ട് പ്രാവശ്യം, ഞങ്ങളത് കുറച്ച് മുന്നേ പറഞ്ഞു. എന്തായിരിക്കും എന്ന് ചന്ദ്രേട്ടന് പറയാൻ പറ്റും? ഇത്തവണത്തെ ലൈവിന് ഞങ്ങളൊരു സ്പെഷ്യൽ സംഭവം കൊടുക്കുന്നു. എന്തായിരിക്കും? എല്ലാ വർഷവും നിങ്ങൾ സ്പെഷ്യലാണല്ലോ ചെയ്യാറ്. ഈ വർഷം ഒന്നുകൂടി സ്പെഷ്യലാവും. അതാവട്ടെ. പരസ്യങ്ങളില്ലാതെ ഇത്തവണ തൽസമയം കൊടുക്കാൻ തീരുമാനിച്ചു. വളരെ നന്നായി. അതാണ്, പരസ്യ ഇടവേള ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് സ്ക്രീനിൽ ഒരു പരസ്യമില്ലാതെ ആളുകൾക്ക് തത്സമയം കാണുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശം. ആളുകൾക്ക് മാത്രം കഴിയുന്നത്. പിന്നല്ല, നിങ്ങളുടെ പൂര കമ്മിറ്റികളുടെ ഇത്രയും വലിയ സഹകരണം ഉണ്ടാകുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യാതിരിക്കും അല്ലേ?
എല്ലാവിധ പിന്തുണയുണ്ടാവും. ഒരു വൈബിൽ തന്നെ പോട്ടെ. അപ്പോൾ ഇത്രയും സഹകരണം, ഇത്രയും സപ്പോർട്ടും കിട്ടുന്ന ഒരു ഉത്സവം എനിക്ക് പേഴ്സണലി നമ്മൾ ഒരുപാട് ഉത്സവങ്ങൾ തത്സമയം ചെയ്യാറുണ്ട്. പക്ഷേ ഇത്രയധികം സപ്പോർട്ടീവ് ആവുന്ന കിട്ടുന്ന ഒരു ക്ഷേത്രവും ഇവിടുത്തെ പൂരാഘോഷ കമ്മിറ്റിയും അതേപോലെ തന്നെ 30ഓളം വരുന്ന കമ്മിറ്റി അംഗങ്ങളും കമ്മിറ്റി ആളുകളും എല്ലാവരും ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ടീം, ഒരു അമ്പലം വേറെ ഉണ്ടാവില്ല. കാരണം അത്രയധികം ഭീകര സപ്പോർട്ടാണ് ഈ ഒരു തത്സമയം ഞങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി. ഞങ്ങൾ ഒരു മാസത്തോളം ഇവിടുത്തെ ഉത്സവങ്ങൾ, ഉത്സവ കാഴ്ചകൾ, ഉത്സവ വിശേഷങ്ങൾ, ഇവരുടെ ഓരോരുത്തരെയും കലാകാരന്മാരുടെ പരിചയപ്പെടുത്തൽ, അങ്ങനെ എല്ലാം തുടങ്ങി ഒട്ടുമിക്ക എല്ലാ സംഭവങ്ങളും ഒരു മാസം നീണ്ടു നിന്ന ഉത്സവ മാമാങ്കമായിരുന്നു തൂതയുടെ. ആ തൂതയുടെ എല്ലാ ഭാഗങ്ങളിലേക്കും ഞങ്ങൾ എത്തിയിട്ടുണ്ട്. എത്താത്ത ചില ഭാഗങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? അത് നിങ്ങൾ ക്ഷമിച്ചു തരിക. എല്ലായിടത്തും എത്തുക. 2 ദിവസം സമയമുണ്ടല്ലോ അതെ, എത്താൻ. അപ്പോൾ മാക്സിമം ഞങ്ങൾ എത്തും. കച്ചവടക്കാരിലേക്ക് എത്തും, ഇവിടുത്തെ സാധാരണക്കാരിലേക്ക് എത്തും, ഇവിടുത്തെ പ്രമുഖരിലേക്ക് എത്തും, എല്ലാവരിലേക്ക് എത്തും. മെയ് 12 ഉച്ചയ്ക്ക് 2 മണി മുതൽ തത്സമയ സംപ്രേഷണം 4K ദൃശ്യമികവിൽ. മുടിയാട്ടും കടലും കണ്ടേ, കലിയാടണ കാടും കണ്ടേ, ഒടിമഞ്ഞും മഴയും കൊണ്ടേ ഞാനെന്ന ഭാവം മാഞ്ഞേ. സന്തോഷങ്ങളും വിഷമങ്ങളും ജീവിതത്തിന്റെ ഒരു ഭാഗമാണ്. പ്രത്യേകിച്ചും വിചാരിക്കാത്ത നേരത്തുള്ള സാമ്പത്തിക ആവശ്യങ്ങൾ. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ.